ഹായ് ഫ്രണ്ട്സ്, ട്രാവലവറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഓണം സ്പെഷ്യലാണ് വീഡിയോ ആണ്. അത്യാവശ്യം ഓണത്തിൻ്റെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ പുറത്തിറങ്ങിയതാണ്. അതിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് സാരിയൊക്കെ മുണ്ടൊക്കെ എടുത്ത് ഇതാണ് നമ്മുടെ ഓണം കോസ്റ്റ്യൂം. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. ഇവിടെ പിന്നെ ഓണാഘോഷങ്ങൾ വളരെ കുറവാണ്. പുള്ളിക്കാരൻ വിചാരിച്ച് പൂജയ്ക്ക് വേണ്ടിയായിരിക്കും. അതുകൊണ്ട് പുള്ളിക്കാരൻ ഇനിയും എടുത്തോ പക്ഷെ പുള്ളിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു തണലുള്ള സ്ഥലമുണ്ട്. അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട്. ഒരു കേരളത്തിന്റെ ഒരു അല്ലേ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറയാം. പക്ഷെ അല്ല, ഇവിടെ നല്ല പുൽത്തകിടി, നല്ല സൂപ്പർ പുൽത്തകിടിയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രസമുണ്ട്. അപ്പോ മോർണിംഗിന് ജസ്റ്റ് ഒരു എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓണത്തിന്റെ സമ്പദ് സമൃദ്ധിയുടെ ഓണാശംസകൾ ഞങ്ങൾ നേരുകയാണ്. ഞങ്ങളോടൊപ്പം ട്രാവൽ ലവറിനോടൊപ്പം നിങ്ങളും ഓണം ആഘോഷിക്കുക, അടിച്ചു പൊളിക്കുക, എല്ലാ മൊമെന്റ്സും എൻജോയ് ചെയ്യും. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ്. പൈക്കൾ ഉണ്ട്. കുട്ടി എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഗൈസ്, ആരും പേടിക്കണ്ട. ഇതാണ് നമ്മളെ NH47. അത് കിയല്ലേ? ഭോപ്പാൽ ടു നാഗ്പൂർ. ഭോപ്പാൽ പട്ടിഷോട്ട് നാഗ്പൂർ. നമ്മുടെ മുന്നിൽ ഒരു കിയം കാണുന്നു. നിങ്ങൾക്ക് ബോർഡ് കാണാൻ സാധിക്കും. വെൽക്കം ടു ഇന്റഗ്രേറ്റഡ് ബോർഡ് ചെക്ക് പോസ്റ്റ്. നമ്മളിപ്പോ നമ്മുടെ വീട്ടിലെത്തും. നോക്ക്, മേഘമെല്ലാം നോക്ക്, മഴക്കാരെല്ലാം മേഘമായി വന്നു പൂവിൽ. ശരി ഗൈസ്, നമ്മളിപ്പോൾ വന്ന വഴിക്ക് ഈ പൂ കണ്ടിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ വേണ്ടി. നല്ല പഞ്ഞിക്കെട്ട്. അങ്ങനെ എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസം ഇതും കൊണ്ട് വളരെ മനോഹരമായി. കാരണം ആകാശം നിങ്ങൾക്ക് കാണാം. ഒരു പ്രത്യേക ഇതിലാണ്. ആകാശവും ഭൂമിയും എല്ലാം ഒരേപോലെ. അങ്ങനെ ഓണത്തിന് ഒരു സർപ്രൈസ് ആയി പോയല്ലോ ഇത്. പക്ഷെ അവിടെയും കാണാം വെള്ളയെ. പക്ഷെ ഇത്ര പഞ്ഞി പോലെ വെള്ളയായാലും സംഭവം കുറച്ച് സ്ഥലത്തേ ഉള്ളു. പക്ഷെ അത് ഫുള്ള് ഇങ്ങനെ പഞ്ഞിക്കെട്ട് കിടക്കുന്ന പോലെ കാണാൻ പറ്റുണ്ടോ? ആ, നല്ല രസമാണ്. നല്ല അടിപൊളി. എന്നാ ബ്യൂട്ടിയാണ് അല്ലേ? നമ്മൾ അങ്ങനെ അവിടെ നിന്ന് എന്നാ രസമായിരുന്നല്ലേ? സത്യമായിട്ട് നിന്നെ നീ ഇവിടെയാ? ആ, വെയിലായെന്ന് തോന്നുന്നു അല്ലേ? നല്ല ഇവിടുന്ന് പോരാൻ തോന്നുന്നില്ല. അല്ലേ മര്യാദ ഇവിടുന്ന് പോരാൻ തോന്നുന്നില്ലല്ലേ? അവര് ബാക്ക്ഗ്രൗണ്ട് വാ, അപ്പൊ പഞ്ഞിപ്പൂവിന്റെ ഉള്ളിൽ പോയവരെല്ലാം ഉണ്ടല്ലോ. ഞങ്ങൾ ഈ പൂവിനെ ഇവിടെ നിൽക്കുന്ന കണ്ട് എല്ലാരും നോക്കി പൂവിനെ കണ്ണു വെക്കുന്നു. വാവ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പഞ്ഞിപ്പൂവിന്റെ ഉണ്ടാവും. ക്യാമറമാൻ മുത്ത് ഇല്ല. ഞാൻ എന്താണെങ്കിലും ഇത് സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് വണ്ടി നിർത്താനോണ്ട് എനിക്ക് നല്ല സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതേപോലെ മാറി കിട്ടി. പക്ഷെ ഇത് ഇത്ര വൈറ്റ് ആണല്ലേ? നല്ല സൂപ്പറാണ്. ഇത് നമ്മൾ ആ പൂവിൻ്റെ അടുത്തുനിന്ന് മെയിൻ റോഡിലേക്ക് കയറുമ്പം കാണുന്ന ഒരു ചെറിയൊരു പുഴയാണ്. വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് വലിയ വെള്ളമൊന്നുമില്ല. എന്നാലും അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഭംഗി തോന്നി. അങ്ങനെ വൈകുന്നേരമായി. വൈകുന്നേരം ആണ് ഞങ്ങളിവിടെ ഓണാഘോഷം നടത്തുന്നത്. നമ്മൾ വിട്ടിട്ടുണ്ട്. നമ്മൾ മറിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് കാണത്തില്ലെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ പൂക്കളം.
എങ്ങനെയുണ്ടെന്ന് പറയണേ ഗൈസ്. കമന്റ് ബോക്സിൽ പൂക്കൾ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടല്ലോ. ചേട്ടൻ വരയ്ക്കാൻ ഹെൽപ്പ് ചെയ്തു, അരിയാൻ ഹെൽപ്പ് ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇട്ടതാണ്. ഓക്കെ, നിങ്ങൾ പൂക്കളം കണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പൂക്കളമൊക്കെ ഇട്ട് പിന്നെ ഓണസദ്യ വലിയ രീതിയിലല്ല, ഒരു നോർമൽ അല്ലേ, അത്രയൊക്കെ എന്നെ കൊണ്ടാവുള്ളൂ. ശരിക്കും ഞാനിത് പറയുകയും ചെയ്തു. ഒരാൾ മാത്രം സജഷൻ പറഞ്ഞതാണ്. അപ്പൊ ഒരു പെണ്ണ് മാത്രം മതിയോ അടുക്കള പണി ചെയ്യാൻ? ഒരാളും കൂടെ വേണമെന്ന്, കാരണം നല്ല പണിയുണ്ട് അടുക്കളയിൽ. എല്ലാ ദിവസവും ഒന്നും ഇല്ല, ഈ ഓണത്തിന്റെ സമയത്തൊക്കെ നമ്മള് മമ്മിമാരെല്ലാം ഇങ്ങനെ തന്നെയല്ലേ അടുക്കള പണി എടുത്തതല്ലേ. മമ്മിയും കൂടെ ഉണ്ടായാലും എല്ലാം രണ്ടുപേരും ചെയ്യുമ്പോഴേ അതൊരു പൊക്കി പിടിക്കില്ല. എനിക്കിങ്ങനെ വെള്ളവേന എടുക്കണം, കാണുന്നുണ്ട് വെള്ളവേന എടുക്കുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ റെഡിയായി, ഫുഡ് ഉണ്ടാക്കി, പായസം ഉണ്ടാക്കി, പൂക്കളം ഇട്ടു. ഇപ്പൊ സമയം ഒരു 7 മണിയൊക്കെ ആയി ഈവനിങ്. ഇപ്പൊ നമ്മള് നമ്മുടെ പള്ളിയിൽ നിന്ന് അച്ഛനോടും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓണം മലയാളിയാണ് അച്ഛനും, അതുകൊണ്ട് അച്ഛൻ ഒറ്റക്കല്ലേ അവിടെ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛന് വേണ്ടി വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. കറികളൊക്കെ ഇനി ഞാൻ തുറന്ന് കാണിക്കണോ? ഓ മൈ ഗോഡ്, ഞങ്ങളുടെ കറികള് ഇലയിലിടുമ്പോ നിങ്ങൾ കണ്ടാ മതി. കാരണം ഇത് മുഴുവൻ ഇനി തുറന്നിട്ടാണ്. 7-8 കൂട്ടം കറിയുണ്ട്, പായസമുണ്ട്, ചോറിന്റെ ബാക്കി ചെയ്യാനുണ്ട്, ചോറിന്റെ ബാക്കി ചെയ്യാനുണ്ട്, വാർക്കാനുണ്ട്, അത് പെൻഡിങ് ആണ്. ഞാൻ വാർത്തിട്ട് വരാം. ഇത് സംഭവം വിചാരിച്ച പോലെയല്ല, നല്ല പണികളാണ്, കഷ്ടപ്പാടിന്റെ ഇതാണ്. വെറുതെ ഒരു നമ്മൾ വിചാരിക്കില്ല ഓണത്തിന് നല്ല 2-3 കറികൾ, പക്ഷെ സംഭവം 2-3 കറികളൊക്കെ ആണല്ലോ ഇതെല്ലാം ആയി വരുമ്പോൾ നല്ല പണിയാണ്. ഞാനാണ് ഫുൾ ഹെൽപ്പായിരുന്നു, മൈക്കാടായിരുന്നു. അപ്പോൾ നമ്മൾ ടു ബി കണ്ടിന്യൂ ആണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. അച്ഛൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ടു ബി കണ്ടിന്യൂഡ് ആയിരിക്കും. നമ്മുടെ വികാരിയച്ഛന് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളിനി വികാരിയച്ഛനും നമ്മളെല്ലാം കൂടി ഓണാഘോഷങ്ങൾ തുടങ്ങാൻ പോവാണ്. ഓണസദ്യയൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അങ്ങനെ ഓണസദ്യ കഴിച്ച് വയറ് നിറഞ്ഞു. അപ്പൊ ഓണസദ്യ എല്ലാം കഴിച്ച് വയറെല്ലാം നിറഞ്ഞ് നമ്മള് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അത് വൈൻഡ് അപ്പ് ചെയ്തിട്ടുള്ള നമ്മളൊന്ന് എണീക്കുക. അല്ലെ നമ്മൾ ഒറ്റയ്ക്ക് അല്ലെ ഒരു രസം അപ്പൊ മറ്റൊരു വീഡിയോ കാണും വരെ നാളെ എപ്പോ എണീക്കും പറയുന്നു.